ഈ വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ കാറ്റഗറീസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നെറ്റ്വർക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ സൈസ് വെച്ചിട്ടാണ്. നമുക്ക് മെയിനായിട്ട് രണ്ട് കാറ്റഗറിയിലാണ് നെറ്റ്വർക്ക് വരുന്നത്. ഒന്നാമത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും രണ്ടാമത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പം നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാണ്, അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ കവർ ചെയ്യണുള്ളൂ എങ്കിൽ നമുക്കത് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 3.2 കിലോമീറ്റേഴ്സിന് അണ്ടറിൽ വരുന്ന ഏരിയ ആണ് കവർ ചെയ്യണമെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിയിലേക്ക് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ് നമ്മൾ ഫോം ചെയ്യണേ എങ്കിൽ അതിനെ നമുക്കൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ട് പറയാൻ പറ്റും. അതല്ല എങ്കിൽ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടാണ് ഒരു നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതും ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാറ്റഗറിയും കൂടെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലാനും വാനും ഇടയിലായിട്ടുള്ളൊരു സൈസായിരിക്കും. അതായത് 3.2 കിലോമീറ്റേഴ്സിന് മേളിലുള്ള കവറേജ് കിട്ടാനും അതേപോലെ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഒരു കൺട്രി ടു കൺട്രി അത്രയ്ക്കും കപ്പാസിറ്റി വേണ്ടാത്തതുമായിട്ടുള്ള നെറ്റ്വർക്കിനെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും. അതായത് നമ്മളുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ആയിരിക്കും. പുറത്തുള്ള എൻറ്റിറ്റീസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ വീടുകളിൽ അതേപോലെ ഓഫീസ് അതും അല്ലെങ്കിൽ നമ്മളുടെ കോളേജ് ക്യാമ്പസിലൊക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ നീഡും അതേപോലെ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ലാൻ കണക്ഷൻ വേണമെങ്കിൽ സിമ്പിളായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു MNCസിലൊക്കെയാണ് ഒരു ലാൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അവിടെ അത് കോംപ്ലക്സ് ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് പറ്റിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പോകുന്ന ഒരു കടയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു രണ്ട് സിസ്റ്റമൊക്കെ ഉണ്ടാവും. ഒരാൾ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയായിരിക്കും, മറ്റാൾ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുക. പക്ഷെ അവിടെ എപ്പോഴും ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ ഒരു സ്കാനർ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. പക്ഷെ അവിടെ രണ്ട് പേർക്കും സൈമിൾട്ടേനിയസ് ആയിട്ടത് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഫോം ചെയ്തൊക്കെയാണ്. അവിടെ അപ്പോൾ ആ ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ സ്കാനർ രണ്ട് സിസ്റ്റത്തിന് മാറി മാറി യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഇതേ സെറ്റപ്പ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്യാൻ പറ്റും. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനത് പണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കും ബ്രദറിനും സിസ്റ്റം ഉണ്ട്. എൻ്റെ സിസ്റ്റർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രിൻ്റർ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും ഏതേരം പ്രിൻ്ററിനടുത്ത് പോകാൻ മടിയായതുകൊണ്ട് ഞങ്ങളതൊരു ലാൻ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത്, അതായത് ഏത് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് വിടാൻ പറ്റും ആ ഒരു ഫോമിലേക്ക് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ടത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് കവറേജ് ലിമിറ്റഡ് ആണ്. നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3.2 കിലോമീറ്റേഴ്സ് വരെ ലാൻഡിന് കവറേജ് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്തൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് സ്റ്റേഷനിലേക്ക് ഒരു റിസോഴ്സ് ഷെയർ ചെയ്യാൻ പാകത്തിനാണ് ലാൻ നെറ്റ്വർക്ക്സ് പൊതുവെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹാർഡ്വെയർ ആവാം, അതായത് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ പ്രിൻ്ററോ അങ്ങനെ എന്തെങ്കിലും സ്കാനർ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ സോഫ്റ്റ്വെയർസ് ഷെയർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മളുടെ ഇമേജസ് വീഡിയോസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും ഷെയർ ചെയ്യാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അലോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ക്യാമ്പസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സെർവർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കോളേജിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് അത് സെർവറിലായിരിക്കും സേവ് ചെയ്യുക. അതുകൊണ്ട് അത് ഏത് ലാബിലുള്ള ഏത് സിസ്റ്റത്തിൽ പോയി എടുത്താലും നമുക്കത് അപ്പം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ കമ്പനിയിലാണെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒരു 4-5 സിസ്റ്റത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു നല്ല എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെർവർ സെറ്റ് ചെയ്ത് വെക്കും. അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസൊക്കെ ലൈസൻസ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സിസ്റ്റം ഈ സോഫ്റ്റ്വെയർ ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് യൂസ് കേസസ് നമുക്ക് ലാൻ വെച്ചിട്ട്
പോസിബിൾ ആണ്. പിന്നെ വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ലാനിനെ നമുക്ക് അതിൻ്റെ സൈസ് കൂടാതെ അത് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയ അതേപോലെ ടോപ്പോളജി വെച്ചിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ജനറലി ഒരു ലാൻ കണക്ഷൻ എപ്പോഴും ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് വയറാണ് യൂസ് ചെയ്യണമെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു എൻ്റയർ നെറ്റ്വർക്കിൽ വയർ തന്നെയായിരിക്കും ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ലാൻഡ് മെയിനായിട്ട് വരുന്ന ടോപ്പോളജീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി തുടങ്ങിയിട്ടുള്ളവയാണ്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവസാനമായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമുക്കൊരു ലാൻ കണക്ഷൻ വഴി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു 4 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് തൊട്ട് 16 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് വരെയുള്ള സ്പീഡിൽ പോസിബിൾ ആയിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതായത് നമുക്കൊരു 100 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് തൊട്ട് 1000 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡിൽ ഇന്നത്തെ കാലത്ത് ഒരു ലാൻ കണക്ഷനിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങൾക്കൊരു ഡാറ്റ ഒരു ലാർജർ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രാൻസ്മിഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കണേ എങ്കിൽ അവിടെ നിങ്ങൾക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടൊക്കെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ നേച്ചറിനെ പറ്റിയിട്ടാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ചില സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ പോലെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചറായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ല എങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു നേച്ചറിലും വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ നമുക്ക് പോർട്രേ ചെയ്യാൻ പറ്റും. അതായത് വീട്ടിലെ കമ്പ്യൂട്ടർ ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് സിമ്പിളായിട്ടും വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ പോർട്രേ ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് വരുന്ന നെറ്റ്വർക്ക് കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ സൈസ് ലാനേലും വലുതും വാനേലും ചെറുതുമായിരിക്കണം. അങ്ങനെയുള്ള നെറ്റ്വർക്കിനെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് പൊതുവേ ഒരു സിറ്റിക്കകത്തുള്ള എല്ലാ ഏരിയാസോ അല്ലെങ്കിൽ ടൗണിനകത്തുള്ള എല്ലാ ഏരിയാസോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലെ കേരള വിഷൻ പോലുള്ള ബ്രോഡ്ബാൻഡ് സർവീസസ് ആണ്. കാരണം അവരൊരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് ശരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് മെയിനായിട്ടും കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള പർപ്പസിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സിറ്റിയുടെ ഓരോ സൈഡിലും ഇതിനൊരു ആക്സസ് പോയിൻ്റ് ഉണ്ടാവും. അതായത് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വീട്ടിലേക്ക് എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവർ പോസ്റ്റിൽ നിന്നൊക്കെയാണ് ഒരു ലൈൻ നിങ്ങൾക്ക് വലിച്ചു തന്നിട്ടുള്ളത്. ആ വലിച്ചു തരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ പോസ്റ്റിൽ നിന്ന്, അതിനെ പറയുന്നതാണ് എൻഡ് പോയിൻ്റ്. അപ്പം അങ്ങനെ ഓരോ സിറ്റിയിൽ ഓരോ പോയിന്റിൽ അവർക്ക് ഒരു കണക്ഷൻ എടുക്കാനുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ആക്സസ് പോയിന്റ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേബിൾ ടി വിക്കാർ, അതായത് കേരള വിഷനൊക്കെ പണ്ട് കേബിൾ ടി വി സർവീസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ അവർ ആ ഒരു ലൈനിൽ നിന്ന് തന്നെ നമുക്ക് ഡാറ്റ കണക്ഷനും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടെലിഫോൺ കമ്പനീസ്, അതായത് BSNL ഒക്കെ പണ്ട് ലാൻഡ് ഫോൺ അതൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തന്നത്. ലേറ്റർ ഓൺ അവരും ബ്രോഡ്ബാൻഡ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് നമുക്ക് പറയാൻ പറ്റിയ എക്സാമ്പിൾസ് ആണ്. ഇനി വീഡിയോ അവസാനിക്കണയ്ക്ക് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ തിരക്ക് വരുന്നത് കൊണ്ടാണ് വീഡിയോസ് ഞാൻ പല ദിവസങ്ങളിലും ഇടാത്തത്. അതപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പേര് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാൻ ഇതാണ്, മാക്സിമം ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് 4th മൊഡ്യൂളും കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത്രയും ചെയ്തെത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമാണ്. ജോബിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മാക്സിമം ഇടാൻ പറ്റുന്ന അത്രയും കണ്ടൻറ്റ് ഞാൻ ഇടാൻ നോക്കാം.